പ്പെട്ടു പോകുന്ന ഒത്തിരി ബന്ധങ്ങൾ ഇവിടെ സ്ഥാപിച്ചുവെങ്കിലും ആ ബന്ധങ്ങൾ സ്ഥാപിച്ചതിനേക്കാൾ അപ്പുറമായി ഒരിക്കലും അറ്റുപോകാത്തൊരു ബന്ധം കൂടെ സ്ഥാപിക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവവചനം വിശ്വസിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും, പ്രിയ മനുവേൽ പാസ്റ്റർ ഇവിടുന്ന് പോയി, പക്ഷേ താൻ കഴിഞ്ഞ നാളുകളിൽ പ്രിയം വെക്കുകയും ആർക്ക് വേണ്ടി അധ്വാനിച്ചുവോ എന്തിനു വേണ്ടി അധ്വാനിച്ചുവോ ആ അധ്വാനത്തിൻ്റെ പ്രതിഫലം വാങ്ങിക്കുവാൻ മറുകരയിൽ താൻ എത്തുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 9 ഗ്രാം ഭാരമുള്ള ആത്മാവ് ഇവിടുന്ന് പോയി, പക്ഷേ നിത്യതയിൽ ജീവിക്കുന്ന ഒരു ജീവിതവും നമ്മുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു ജീവിതവും അവശേഷിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് താൻ കടന്നുപോയിരിക്കുന്നത്. ദൈവഭക്തനായ മോശ തൻ്റെ സഹായകനായി ദൈവം നൽകിയതും തൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായിരുന്ന ഈ അഹരോൻ തന്നിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ തനിക്കിനി തന്നെ കരുതുവാൻ സഹായിപ്പാൻ ഒരാവശ്യമുണ്ടായാൽ തൻ്റെ സങ്കടം പങ്കിടുവാൻ ഇനി ആരുണ്ട് എന്നുള്ളതായ ചിന്തയിൽ വളരെ വേദനയോടെ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ തൻ്റെ മനസ്സിനെ തണുപ്പിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി പ്രത്യാശയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവചന ഗീതം തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തു. ആ പ്രവചന ഗീതമാണ് 90-ാം സങ്കീർത്തനം. ആ 90-ാം സങ്കീർത്തനം പാടി 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 മുൻപോട്ട് വരുമ്പോൾ താൻ ഇങ്ങനെ പാടി, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. എന്തുകൊണ്ടാണ് മോശ അങ്ങനെ പാടുവാൻ കാരണം? മോശയ്ക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇവിടെ കിടന്ന് അലറി നിലവിളിച്ചത് കൊണ്ടോ നെഞ്ചത്തടിച്ച് കരഞ്ഞത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടോ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ എന്നെ വിട്ടകന്നുപോയ എൻ്റെ സഹോദരൻ്റെ അടുക്കലേക്ക് ഇനി മടങ്ങി വരികയില്ല. ദീർഘവർഷങ്ങൾ ഒന്നിച്ച് നടന്ന, ഒന്നിച്ച് പ്രവർത്തിച്ച, എൻ്റെ സഹായകനായി തീർന്ന, എൻ്റെ കൈകളെ താങ്ങിയ എൻ്റെ സഹോദരൻ ഇനി ഒരിക്കലും എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. എന്നാൽ തനിക്ക് ലഭിച്ച ആ പ്രവചന ഗീതം താൻ പാടിക്കഴിഞ്ഞപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ സഹോദരൻ എൻ്റെ അടുക്കലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല എങ്കിലും മറ്റൊരുവൻ്റെ മടങ്ങി വരവ് എൻ്റെ സഹോദരൻ്റെ അടുക്കലേക്ക് എനിക്ക് പോകുവാനുള്ള ഒരവസരമായി മാറും. അതുകൊണ്ട് മോശ യേശു ക്രിസ്തുവിൻ്റെ ഭൂജാതത്തിന് 1500 വർഷത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യഹോവേ നീ മടങ്ങി വരണമേ. മടങ്ങി വരണമെന്നുള്ളതായ പദപ്രയോഗം ഒരിക്കൽ വന്നുപോയി എന്ന് തെളിയിക്കുകയാണ്. വന്നുപോയവന് മാത്രമേ മടങ്ങി വരാൻ കഴിയുള്ളൂ. ആരാണ് ഇവിടെ മടങ്ങിപ്പോയത്? മറ്റാരുമല്ല, ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യാവതാരമെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ച് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിലെ ജീവിതം മുഴുവൻ താൻ ദൈവപുത്രനെന്ന ലോകത്തിന് വെളിപ്പെടുത്തുവാനുള്ള പ്രവൃത്തി ചെയ്ത് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് താൻ ഉയർത്തുവെന്ന ലോകത്തിന് സാക്ഷ്യം വരുത്തി ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ആ മശിഹയെക്കുറിച്ച്
അവൻ്റെ യാത്രയെങ്കിൽ നോക്കി നിന്ന ശിഷ്യവൃന്ദത്തോട് ഇങ്ങനെ ശ്രേഷ്ഠദൂതന്മാർ വിളിച്ചു പറഞ്ഞു, യഹൂദ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു, ഇവൻ പോയതുപോലെ മടങ്ങി വരും. അപ്പം മടങ്ങി വരുന്നത് ആരാണ്? നാസറേയനായ യേശുവ. അവൻ്റെ ഒന്നാം വരവ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നുവെങ്കിൽ അവൻ്റെ രണ്ടാം വരവ് എന്തിനു വേണ്ടിയാ? തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരാറായി. ആ സത്യം പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് മോശ വിളിച്ചു പറയുക, യഹോവേ, നീ മടങ്ങി വരണമേ. അങ്ങ് മടങ്ങി വന്നാൽ ഞാൻ പറക്കും, എൻ്റെ സഹോദരൻ പുനരുത്ഥാനം പ്രാപിച്ച് എഴുന്നേൽക്കും. ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാൻ, ഒരുമിച്ച് അങ്ങയെ കാണുവാൻ കഴിയും. അതല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ല ഞങ്ങൾക്കൊന്നിക്കുവാനെന്നുള്ളതായ സത്യം ആത്മാവിൽ കണ്ടുകൊണ്ട് മോശ പാടി. ഇന്ന് പകലും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമുക്കും ഇതേ വാക്ക് എടുത്തു പാടി പറയാം. യഹോവേ, മനുവേൽ പാസ്റ്റർ ഞങ്ങളെ വിട്ടുപോയി. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ എന്നോടൊപ്പം എനിക്ക് വിശ്രാമമായി തന്ന എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എനിക്ക് ജന്മം തന്ന പിതാവ് എന്നെ വിട്ടുപോയി, എൻ്റെ സഹോദരൻ വിട്ടുപോയി, എൻ്റെ പ്രിയപ്പെട്ടവൻ വിട്ടുപോയി. എന്നാൽ ഇനി അദ്ദേഹത്തെ കാണുവാൻ ഇവിടെ ഒരു മാർഗമില്ല. അങ്ങ് മടങ്ങി വന്നാൽ ഞങ്ങൾക്കത് സാധിക്കും. മടങ്ങി വന്നതുകൊണ്ട് മാത്രമായില്ല, മടങ്ങി വരവിൽ ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ പോകുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവനോടുകൂടി എടുക്കപ്പെടും. പക്ഷെ ഈ വാക്കിൽ അബദ്ധം പറ്റിപ്പോകരുത്. ശേഷിക്കുന്ന സകല മനുഷ്യരും രൂപാന്തരം പ്രാപിക്കുമെന്നല്ല അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. ആ ലേഖനം എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ വാചകത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ വിശുദ്ധന്മാർക്ക് എഴുതിയ ആ ലേഖനത്തിൽ പറയുന്നു, വിശുദ്ധന്മാരെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ നാം രൂപാന്തരം പ്രാപിച്ച് എഴുന്നേൽക്കും. നാം രൂപാന്തരം പ്രാപിച്ച് പറന്നു പോകും. നാം ഒരുമിച്ച് നമ്മുടെ മശികയെ കാണും. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതെ, കർത്താവിനായി കാത്തിരിക്കുന്ന, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന, ദൈവകൽപ്പനയെ അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യാശയുണ്ട്. കർത്താവ് മടങ്ങി വരും. അവൻ മടങ്ങി വരുമ്പോൾ നാം അവനോടുകൂടി എടുക്കപ്പെടും. ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി മരിച്ച് മൺമറഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യരാൽ അടക്കപ്പെട്ട ആയിരം വിശുദ്ധന്മാർ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉദ്ധരിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാങ്ങാനം യോസഫ് എഴുന്നേൽക്കും. ഇവിടെ ജീവിച്ചിരുന്ന് മരിച്ച് അനേക ഭക്തന്മാർ എഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവരായ വിശുദ്ധന്മാരും രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. ആ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. ആ കാഹളത്തിൻ്റെ നാദം എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇവിടെ കഴിഞ്ഞ നാളുകളിൽ കൂടെ ജീവിച്ച പ്രിയ സഹോദരി, കഴിഞ്ഞ നാളുകളിൽ വിളിച്ചതിനേക്കാൾ ഓമളത്വവും കോമളത്വവും നിറഞ്ഞ വിളി ഇവിടെ ഇരുന്ന് എത്ര ഉറക്ക വിളിച്ചാലും പ്രിയ മനുവേൽ പാസ്റ്റർ പ്രതികരിക്കത്തില്ല. താൻ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾ എത്ര അലറി കരഞ്ഞുകൊണ്ട് അപ്പച്ച എന്ന് വിളിച്ചാലും പ്രതികരിക്കത്തില്ല.
ഏറ്റവും സ്നേഹിച്ചവരെന്ന് കരുതുന്നവരാരും വിളിച്ചാൽ ഇത് പ്രതികരിക്കത്തില്ല. എന്നാൽ പ്രതികരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് മറ്റാരുമല്ല, ഇവിടെ കയറി വരുവീനെന്ന് ഉയരത്തിൽ നിന്ന് ഉച്ചരിക്കുവാൻ കഴിവുള്ള ഒരു ശബ്ദമുണ്ട്. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ കർത്താവിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം മുഴങ്ങിയാൽ ഇവിടെ ആരിയ്ക്കുന്നു, ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതൊന്നും മനുവേൽ പാസ്റ്റർ നോക്കത്തില്ല. ആ ശബ്ദത്തിന് പ്രതികരിക്കും. ഒരുപക്ഷെ ഞാൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴോ, ഒരുപക്ഷെ ഈ ശുശ്രൂഷയ്ക്ക് സെമിറ്ററിലേക്ക് പോകുന്ന വഴിക്കോ, ശുശ്രൂഷ കഴിഞ്ഞ് നാം മടങ്ങുന്ന സമയത്തോ ആ ശബ്ദം മുഴങ്ങപ്പെട്ടാൽ സമയവും സന്ദർഭവും നോക്കത്തില്ല, പ്രതികരിക്കും, പറന്നു പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ശബ്ദം ഇന്ന് കേട്ടാൽ, അടുത്ത നിമിഷം കേട്ടാൽ നമുക്കും പറന്നു പോകുവാനുള്ളതായ ആത്മീയ പ്രാപ്തിയും പക്വതയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മെ പരിശോധിക്കുവാൻ ഇന്നൊരു ദിവസം അവസരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ ശലോമോൻ പറഞ്ഞു, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലത്. എന്തിന്? ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയുവാൻ, നമ്മെക്കുറിച്ച് തിരിച്ചറിയുവാൻ, നാം ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയുവാൻ ഒരവസരം വിലാപ വീടാണ്. നമ്മെ ഒന്ന് കാണുവാൻ, നമ്മെ തന്നെ പഠിക്കുവാൻ, മറ്റുള്ളവരെയെല്ലാം നമ്മെ തന്നെ പഠിക്കുവാൻ, നമ്മുടെ നിത്യതയെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ഇതൊരവസരമായി തീരട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കാഞ്ഞിരപ്പള്ളി സെൻറ്ററിൻ്റെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അവിടെയുള്ള എല്ലാ കർത്തൃദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും IPC കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും പ്രോസ്പെക്ടറുടെയും അനുശോചനയും പ്രത്യാശയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. തൊണ്ണൂറ് ഗാനം പാടും. അതിനുശേഷം പാസ്റ്റർ ബെന്നി ഓതറ, പാസ്റ്റർ ബേബി മാത്യു, ബാബു സാർ ട്രിവാൻഡ്രം, പാസ്റ്റർ KJ ചാക്കോ തുടങ്ങിയവർ 5 മിനിറ്റ് വെച്ച് എടുക്കുക. പോയൊരു ദിവസം അതുപോലെ ഭൂവിലെ വാസവും തേങ്ങിപ്പോകും. നീയതു ധ്യാനിച്ചീശങ്കൽ ആശ്രയം പുതുക്കണം ഈ ക്ഷണത്തിൽ. വീടുമിൽ ആരുമിൽ ഒന്നുമില്ലേ ലോകത്തിൽ എനിക്കുന്നോർക്കുക നീ. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും സ്നേഹിതൻ നമുക്കൊണ്ടു സ്വർഗത്തിൽ. ദൈവത്തിൻ ദൂതർ പരിശുദ്ധരും സ്നേഹം കൊണ്ടേശുവിൻ വാഴ്ത്തിപ്പാടാം. അവിടെ നമുക്കിന്നും പാടരുതോ നിത്യ
സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിൽ നമുക്കുള്ള വീടുമതി. നിത്യജീവാമൃത ഓദമണി അപ്പന്റെ മടി വസിക്കരുതോ. സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിൽ നമുക്കുള്ള വീടുമതി. നിത്യജീവാമൃത ഓദമണി അപ്പന്റെ മടി വസിക്കരുതോ. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു. വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും ഒരുങ്ങുവിൻ ആത്മാവേ. കർത്താവിൻ്റെ ദാസൻ പ്രിയ മനുവേൽ പാസ്റ്റർ എന്ന പ്രിയ ചായൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ വേളയിൽ ദിവസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, പ്രത്യേകാൽ ദുഃഖാർത്ഥനായിരിക്കുന്ന പരിരോഹമാമ, അവർക്ക് ദാനമായി കൊടുത്ത പ്രിയ കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, വിശുദ്ധ ഈ ഫ്യൂണർ സർവീസ് അതിൻ്റെ ചന്തോചിതവുമായ നിലവിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റ് ദൈവഭൃത്യന്മാർ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യയുടെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കട്ടെ. ഇന്ന് പകൽ വേളയിൽ കടന്നു വന്ന് ഈ ഫ്യൂണർ സർവീസ് സംബന്ധിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രത്യേക കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനം ചെയ്ത, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 27 വർഷക്കാലം ദൈവം വിശ്വസ്തനെന്ന് എണ്ണി വേലയ്ക്കാക്കി. തന്നെ ഏൽപ്പിച്ച സമയങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തയോടെ സേവ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ ദൈവദാസനെ ദൈവം സഹായിപ്പാടിയായി മാറി. അതിന് കൈത്താങ് കൊടുത്തുകൊണ്ട് പരിരോഹമാമയും പ്രിയ കുഞ്ഞുങ്ങളും ആ പാത പിൻപറ്റി തൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അവരെയും ബലപ്പെടുത്തുവാടിയായി മാറി. എന്നാൽ പലപ്പോഴും പേരും മനുവൽച്ചനെ വെച്ച ഒന്നിച്ച് കാണുമ്പോൾ പരസ്പരം ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ശുശ്രൂഷയുടെ കാര്യം പ്രത്യേകം എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നൊരു മനോഭാവം കർത്താവിന് വെളിപ്പെട്ട ദാസനുണ്ടായിരുന്നു. എന്നാൽ ഈ ലോക ജീവിതത്തിൽ തനിക്ക് നേരിട്ടതായ ചില പ്രയാസ പ്രതികൂല സാഹചര്യങ്ങൾ, പെട്ടെന്നുണ്ടായ സ്ട്രോക്ക്, അവസാനം വരെ ആ വേലയിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ചില നാളുകൾ പ്രിയമകന് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടേയി മാറി. എങ്കിലും എനിക്ക് മുമ്പേ പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ പ്രിയ സണ്ണി അബ്രഹാം പാസ്റ്റർ പറഞ്ഞ വാചകം കേട്ടല്ലോ. തൻ്റെ അത്യാസന്ന സമയങ്ങളിലും
തന്നെ ഏൽപ്പിക്കപ്പെട്ട സ്ഥാനത്ത്, തന്നെ ഏൽപ്പിക്കപ്പെട്ട സഭയോടുള്ള ബന്ധത്തിൽ ദൈവജന കൈത്താങ്ങുകളും മറ്റ് ദൈവഭൃത്യന്മാരുടെ പ്രാർത്ഥനയ്ക്കും, അപ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥന മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹവും ഒരു സന്തോഷവുമായി തീരുവാൻ ഇടയാക്കി. ഇവിടെ കൂടിക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഏത് സ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യമുള്ളത്, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തരാണോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പ്രത്യേകിച്ച് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ വിശ്വസ്തത കൊണ്ടല്ല ദൈവം നമ്മെ ആ സ്ഥാനം പരമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ തന്നെ നമ്മളെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസ്തരെന്നെണ്ണി ദൈവം ആ വേലയ്ക്ക് നമ്മളെ ആക്കുകയായിരുന്നു. അങ്ങനെ ആക്കിയ വേല വിശ്വസ്തയോട് ചെയ്യുമ്പോൾ ആ മേൽ ഒരിക്കൽ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. എന്നാൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഏൽപ്പിക്കപ്പെട്ട താലന്റുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത ദാസന്മാരെ ഒരിക്കൽ ദൈവം വിളിക്കും. നല്ലവനും വിശ്വസ്തമായ ദാസരെ എന്നുള്ള വിളിക്ക് അവർ പാത്രീഭൂതത്വം എന്ന് വിടയാക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, കർത്താവ് തന്നെ മേഘത്തിൽ വന്ന് സഭയെ ചേർത്തുകൊണ്ട് മധ്യാകാശത്തേക്ക് കടന്നു പോകുമ്പോൾ മാത്രമല്ല, തൻ്റെ വേലയുടെ പ്രതിഫലം ഉപയോഗിക്കുമ്പോൾ അവിടെ വെച്ച് ദൈവം തന്നോട്, കർത്താവിനോട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലവന് വിശ്വസ്തമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ദൈവദാസനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ദൈവമേൽപ്പിക്കപ്പെട്ട സ്ഥാനത്ത് അന്ത്യവരെ വിശ്വസ്തനായപ്പോൾ പോകേണ്ട ആവശ്യമായിരിക്കുന്നു. അപ്പോൾ തന്നെ കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം 5 അധ്യായം 1 വാക്യം പറയുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും, കൂടാരമായ നിങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ല നിത്യമായ ഒരു ഭവനം ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സ്ഥിരമായ വാസസ്ഥലമല്ല. ഒരിക്കലും നമുക്ക് എന്നും ഇവിടെ വസിക്കുവാൻ തന്നെ നമ്മെ ഏൽപ്പിക്കപ്പെട്ടതല്ല. നാം വെറും താൽക്കാലിക വാസികൾ മാത്രമാണ്, വെറും കൂടാരവാസികൾ മാത്രമാണ്. എന്നാൽ ആ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കൈപ്പണിയല്ല നിത്യമായൊരു ഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ദൈവകൃപയെന്ന് പറയട്ടെ, താൻ ഏതിനായി കാത്തിരുന്നോ ആ കാത്തിരുന്ന ആ പൂർണ്ണതയിലേക്ക് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനെ ചേർക്കുവാനായി മാറി. ദൈവം തന്നെ ആത്മാവിനെ ചേർത്ത് താൻ വളരെ പ്രത്യാശയോടെയാണ് അതിനെ അനുഗമിക്കുവാനിടയായി തീർന്നത് എന്നുള്ളതിൽ നമുക്ക് സംശയലേശമില്ല. അതുകൊണ്ട് സംഘത്തക്കാരൻ ഇങ്ങനെ പറയുന്നു, ജീവിച്ചിരുന്ന മരണം കാണാതിരിക്കുന്ന മനുഷ്യന്മാർ തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവർ. ഇവിടെ കൂടിയിരുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ചിന്തിക്കണം. മൂക്കിൽ ജീവശ്വാസമുള്ള സകല മാനവജാതികൾക്കും ഒരിക്കലൊരു മരണമുണ്ട്. ഒരിക്കൽ ജന്മമുണ്ടായതുപോലെ തന്നെ ഒരിക്കലൊരു മരണമുണ്ട്. ആ മരണം നമ്മെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ ആത്മാവിനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശക്തിയുള്ള ദൈവത്തെ പിൻപറ്റിക്കൊണ്ട് അവൻ തന്നെ വിശ്വാസ ജീവനെയും ദൈവം സഹായിക്കാൻ. പ്രത്യേകാൽ ഇന്ന് പകൽ സമയത്ത് ദൈവദാസനും അവൻ സഭയ്ക്ക് നന്ദി പറയുമ്പോൾ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ രോമാമയും കുഞ്ഞുങ്ങളെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും സർവാശ്വാസ ദൈവമായവൻ ആശ്വസിപ്പിക്കുമാറാകട്ടെ, സമാധാനം ആദരിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിലെ പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെയും എൻ്റെ കുടുംബത്തിനെ അപ്പോൾ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന ആലപ്പുഴ വെസ്റ്റ് സെൻറ്റർ IPC ഇമ്മാനുവൽ സഭയുടെയും പ്രൈസ് ദി ലോർഡ് അനുശോചനം അറിയിക്കുമ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ ഈ പ്രിയ ഭവനത്തിൽ യാദൃശ്യം വന്ന ഒരാളല്ല. കാരണം പ്രിയ രൂപയുടെ ജ്യേഷ്ഠത്തെ അയക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് അയക്കുന്ന പ്രിയ ഗ്രേസി മാവ, പ്രിയ കുഞ്ഞുങ്ങൾ, എൻ്റെ ജ്യേഷ്ഠൻ മാങ്ങാനം ജോസഫ് അപ്പച്ചൻ്റെ ഭവനത്തിൽ കയറി വന്ന അന്നു മുതൽ പലപ്പോഴും കടന്നു വരുവാനും ദുഃഖ സമ്മിശ്രമായ സകല കാര്യങ്ങളും ഇടപെടുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ മോർച്ചയ്ക്ക് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് പല ചിന്തകൾ ഓടി വരാറുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം, സർവാശ്വാസമുള്ള ദൈവം നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കുമാറാകട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ദൈവകൃപയിൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിക്കപ്പെട്ട സമയത്ത് ഇരുന്നോളുന്നു ദൈവം സഹായിക്കുമാറാകട്ടെ.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മകനീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസൻ ഇതുവരെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രത്യാശയുടെ വചനങ്ങൾ അറിയിച്ചതായ അഭിഷിക്ത ദൈവദാസന്മാർ, പ്രിയ കർത്തൃത്വത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഇവിടെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ധീരതയോടെ ശക്തിയോടെ ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയുടെ മഹത്വമേറിയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പ്രിയ മനുവേൽ പാസ്റ്റർക്ക് ദൈവം അവസരം കൊടുത്തു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പല സമയങ്ങളിലും കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രകളിലും മറ്റ് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോടൊപ്പമായി സമയങ്ങൾ ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ വിനയത്തോടും വളരെ പക്വതയോടും വളരെ താഴ്മയോടും കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ മുൻതൂക്കം കൊടുത്ത് ഏൽപ്പിച്ചതായ താലന്ത് വളരെ വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ മഹത്വമേറിയ വേല ചെയ്തെടുത്ത ഒരഭിഷക്ത ദൈവദാസനാണ് മനുവേൽ പാസ്റ്റർ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാന്യ ദൈവദാസനോടൊപ്പമായി വിലപ്പെട്ട ദൈവദാസിയും കർത്താവിൻ്റെ മഹത്വമേറിയ വേലയ്ക്ക് അവർ കുടുംബമായി ചെയ്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് നഷ്ടമായിട്ടില്ല. കാരണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ഇറങ്ങിയ നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഭൗതികമായിരിക്കുന്ന ഒത്തിരി നേട്ടങ്ങൾ കൈമുതലാക്കുവാൻ സാധിച്ചില്ല എങ്കിലും തങ്ങളെ ഏൽപ്പിച്ചതായ സുവിശേഷ വേല അത് വളരെ കൃത്യമായി വളരെ ഭംഗിയായി ചെയ്തെടുപ്പാൻ കർത്താവ് അവസരമൊരുക്കി. മാത്രവുമല്ല, അവരുടെ ശുശ്രൂഷ വേളകളിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ദൈവം ആ നിലകളിൽ വളരെ മാനിക്കുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ നിലവാരത്തിലേക്ക് അടുത്ത തലമുറയെ കൈപിടിച്ച് നടത്തുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഭാഗ്യം അവർക്ക് ലഭിച്ചത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പ്രിയ കർത്തൃദാസൻ്റെയും പ്രിയ ദൈവദാസിക്കും ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളിൽ മൂത്ത പൈതൽ ഗ്ലോറി, അവളുടെ ഭർത്താവ് എൻ്റെ മോടെ ജ്യേഷ്ഠ സഹോദരനാണ്. ഗ്ലോറിയുടെ വിവാഹത്തിന് ശേഷം ഒത്തിരി കാര്യങ്ങളിൽ കുടുംബപരമായിട്ട് ബന്ധപ്പെടുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ഭോപ്പാലിലായിരിക്കുന്നു. അവർക്കും വേണ്ടിയും കൂടെയുള്ള ചില സ്നേഹ ആദരവുകൾ ഞാനിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. മനുവേൽ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, പ്രിയ ദൈവദാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കർത്താവിൻ്റെ വേലയിൽ നേതൃത്വ ഘടകങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ അയച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പൂർണ്ണമായി 100% വിലയിരുത്തിയാൽ കർത്താവിൻ്റെ വേല വളരെ ഭംഗിയായി നിവർത്തിച്ചിട്ടുള്ള ഒരു വാത്സല്യ കുടുംബമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് വിലപ്പെട്ട ദൈവദാസനോട് നാം വിട പറയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തൻ്റെ ആത്മാവ് കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ്. താൻ ഈ ദിവസം വരെയും ഭൗതികമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പാർത്തുകൊണ്ട്
ഈ ഭൗതിക ശരീരത്തിൽ ദൈവം കൊടുത്ത ആത്മാവ് സമയമായപ്പോൾ തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾക്ക് പരിസമാപ്തി വരുത്തിയപ്പോൾ തന്നെ കർത്താവ് സ്വസ്ഥതയിലേക്ക് വിളിച്ചു ചേർക്കപ്പെടുവാനിടയായി. ഇന്ന് നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണ്. ഈ ഭൗതിക ശരീരത്തെ ദൈവവചനമനുസരിച്ചുള്ള മാന്യത കൊടുത്ത് യാത്ര അയക്കേണ്ടതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ലഭിച്ച സമയപരിധിക്കുള്ളിൽ ഞാനിവിടെ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ഫിലദൽഫിയ സുവിശേഷ ദൈവസഭയുടെ എല്ലാവരുടെ പേരിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലുമുള്ള ദുഃഖം ഞാൻ ഈ ഭവനത്തെ അറിയിക്കുന്നു. അതിലുപരി പ്രത്യാശയുടെ വാക്കുകൾ ഓർപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു ശവപ്പെട്ടി കൊണ്ട് നമ്മുടെ പ്രത്യാശ അസ്തമിക്കുന്നതല്ല. നമുക്കറിയാം, പ്രിയ ദൈവദാസൻ വളരെ പ്രത്യാശയോടെ ഏത് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംഭരിച്ച് അത് തന്നെ ഏൽപ്പിച്ചതായ ജനത്തിൻ്റെ നടുവിൽ വളരെ ശക്തമായി പ്രഘോഷിച്ചിട്ടുള്ള ഒരു വലിയ അഭിഷക്തനാണ് കർത്താവിൽ ബഹുമാന്യനായ ഈ കർത്തൃദാസ്. അദ്ദേഹം ദൈവത്തിൻ്റെ വചനമൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഈ ഭവനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാസൻ്റെ ഭവനം ഏറിയ നാളുകളായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് മനുവൽ പാസ്റ്ററുടെ ഭവനവുമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ പാസ്റ്റർ വൈ ജോസഫ്, അദ്ദേഹം ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള റീജിയൻ്റെ ജനറൽ സെക്രട്ടറിയായി അതിനുശേഷം ഓവർസിയറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള കാലഘട്ടങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒത്തിരി അവസരങ്ങൾ കർത്താവ് എനിക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ പാസ്റ്റർ വൈ ജോസഫ് അവരുകൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹവും നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ ദിവസം അദ്ദേഹവും ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ആ നിലകളിൽ ഈ ഭവനവുമായിട്ട് ഒത്തിരി ബന്ധം സ്ഥാപിക്കുവാനുള്ള ഒത്തിരി നല്ല അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. നിശ്ചയമായും ഞാൻ പറയട്ടെ, ഈ കുടുംബമൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വളരെ അഹോരാത്രം അധ്വാനിക്കുവാൻ ഇടയായി തീർന്നു. രാത്രിയും പകലും ഒക്കെ പലപ്പോഴും അദ്ദേഹം കാവാലിച്ചറ സഭയിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാൻ പാർക്കുന്ന സ്ഥലത്ത് പയ്യപ്പാടിയിൽ കൂടെ പലപ്പോഴും യാത്ര ചെയ്യുന്ന അവസരങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. തനിക്കൊരു വാഹനമില്ലായിരുന്നു. തൻ്റെ സുവിശേഷ വേല മുഴുവൻ നടന്ന് യാത്ര ചെയ്ത് താനും തൻ്റെ ദാസിയും കർത്താവിൻ്റെ ദാസനും ദാസിയും ഒരുമിച്ച് ചേർന്ന് ആക്കപ്പെട്ടതായി നിറവേറ്റുവാനിടയായി. അങ്ങയുടെ വിലപ്രദാസൻ ദാനിയേലിനോട് പറഞ്ഞതുപോലെ പ്രിയ ദാനിയേലേ പൊയ്ക്കൊള്ളുക, കാലവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരിക. നമുക്ക് പ്രതീക്ഷിക്കാം, കർത്താവിന്റെ ദാസൻ മുമ്പേ പ്രസംഗിച്ച ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഭാവി പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനമാണ്. ആ പുനരാഗമനത്തിൽ മുമ്പേ പോയ എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധ ഗണങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മധ്യ നിന്ന് കടന്നുപോയിരിക്കുന്ന മനുവേൽ പാസ്റ്ററും ഉയർത്തെഴുന്നേൽക്കും നമുക്ക് മുഖാമുഖമായി കാണാനുള്ള അവസരമുണ്ടല്ലോ. ആ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവദാസനോട് വിട പറയാം. അതിനുള്ള അവസരം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുക. നന്ദിയോടെ സ്മരണകൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഫിലദൽഫിയ ദൈവസഭയുടെ പേരിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലും എൻ്റെ ഭവനത്തിൻ്റെ പേരിലുമുള്ള പ്രത്യേകമായിരിക്കുന്ന ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ആ അല്പസമയം വേർതിരിച്ചു തന്ന ബഹുമാന്യ ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കിവിടെ കൃത്യസമയം ദൈവദാസൻ വരാൻ താമസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി ആരും സമയം അധികം എടുക്കരുത്. പല ദൈവദാസന്മാരുള്ളത് കൊണ്ട് 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ എടുക്കാവൂ. സ്തോത്രം.
ഇല്ലെങ്കിൽ അവസാനം വരുമ്പോൾ ആർക്കും സമയം കൊടുക്കാതെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങേണ്ടി വരും. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് കിടന്ന ബാബു സാർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ കർത്തൃദാസനെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് വെച്ച് പരിചയപ്പെടുവാൻ ഇടയായി. അതിപ്രകാരമാണ് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായിരുന്ന മാങ്ങാനം ജോസഫിൻ്റെ കൊച്ചുമകനും ഈ പ്രിയദാസൻ്റെ ചേട്ടത്തിയുടെ മകനുമായ പ്രിയ സ്നേഹനിധിയായ ജോൺസൺ പാസ്റ്ററുടെ സഭയിലെ വിശ്വാസിയാണ് ഞാൻ. അപ്രകാരമായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാണ് ഈ കർത്തൃദാസനെയും ഭാര്യയും അന്ന് കാണുവാനിടയായത്. ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും കടന്നു വന്നതായതുകൊണ്ടാണോ എനിക്കറിയില്ല, എന്നോട് അധികം സംസാരിക്കുവാനും സ്നേഹിക്കുവാനും അദ്ദേഹം ശ്രദ്ധ വച്ചു. അന്ന് പറഞ്ഞ ഒരു കാര്യം പ്രകാരമാണ്, സത്യം അറിയുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പുരുഷായുസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 51 വർഷവും കത്തോലിക്ക സഭയ്ക്കകത്ത് പ്രവർത്തിച്ച സമയത്തെ പാഴാക്കി കളഞ്ഞ എനിക്ക് ആ കർത്താവിൻ്റെ സത്യത്തെ തിരിച്ചറിയുവാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സത്യത്തെ പീലാത്തോസ് തിരിച്ചറിഞ്ഞിട്ടും ചോദിച്ചു, എന്താണ് സത്യം? ഒരു മറുതലിപ്പ് അന്നേ കിടക്കുന്നു. ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ഒത്തിരി പേർ ഇന്നും കടന്നു പോകുന്നു. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനായി പുതുക്കം പ്രാപിച്ച് നാം ഓരോരുത്തരും കർത്താവ് വച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി പ്രത്യേകമായി വച്ചിരിക്കുന്ന കൈകളാൽ തീർക്കാത്ത ഭവനത്തെ ലക്ഷ്യം വെച്ച് ഈ ഓട്ടത്തിനിടയിൽ ഒത്തിരി പേർ ഓടുന്നുവെങ്കിലും ചിലരൊക്കെ കാലുതട്ടിയും പലതരത്തിലും വീണു പോകുന്നു, ചോർന്നു പോകുന്നു. എങ്കിലും നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലല്ല, കർത്താവ് ഒരുക്കി വെച്ചിരുന്ന ആ വലിയ രക്ഷയിലേക്ക് എത്തേണ്ടത് ആകയാൽ കുറവുകളെ ഒന്നുകൂടി പുനഃപരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം മാത്രം പോയാൽ പോരാ, നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രം പോയാൽ പോരാ, വലിയൊരു കൂട്ടത്തെ കൂടി കടന്നു പോകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ അവസരത്തിൽ തിരുവനന്തപുരം ഗിൽഗാൽ മിനിസ്ട്രിയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രത്യാശ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പാസ്റ്റർ കെ ജെ ചാക്കോ. ഇല്ല എങ്കിൽ പാസ്റ്റർ സുധീർ പാസ്റ്റർ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് പ്രിയ കർത്തൃദാസൻ്റെ ദേഹവിയോഗത്തിൽ എനിക്കും പങ്കുചേരുവാൻ അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ കോട്ടയത്ത് ശുശ്രൂഷിക്കാൻ വന്നിട്ട് 4 നൂറ്റാണ്ട് പിന്നിടാൻ പോവുകയാണ്. വന്ന കാലം മുതൽ മാങ്ങാനത്തുള്ള ദൈവമക്കളെ പലരെയും അടുത്തറിയുവാനും ഒരുമിച്ച് കൂട്ടായ്മ കൂടുവാനും പ്രാർത്ഥനയിൽ സംബന്ധിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ശക്തമായി ഓടി അധ്വാനിച്ച് പ്രയത്നിച്ച പ്രിയ മനുവേൽ പാസ്റ്റർ തൻ്റെ ശുശ്രൂഷ തികച്ച് കഴിഞ്ഞ ദിവസം തന്നക്കര നാട്ടിൽ കടന്നുപോയി. ഈ കുടുംബത്തോട് ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയിൽ ശുശ്രൂഷകനായ എനിക്ക് പ്രിയപ്പെട്ട പലരോടും പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഈ കുടുംബത്തിലെ പ്രിയ മാമയുടെ സഹോദരി ഗ്രേസി മാമ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ സജീവ കുടുംബമാണ്. ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ജോൺസൺ ഞങ്ങൾ ഒരുമിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. പ്രിയ റെജി, ജസ്റ്റിൻ ഇവരെല്ലാം കർത്തൃ ശുശ്രൂഷയിലാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനോടുള്ള ഈ കുടുംബത്തോട് ഞങ്ങളുടെ പ്രത്യേകമായ ദുഃഖം അറിയിക്കുകയാണ്. വിശേഷാൽ ക്രൈസ്തവ സമൂഹത്തിന് മറക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് കോട്ടയത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കുടുംബമാണ് മാങ്ങാനം ജോസഫ് എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട അപ്പച്ചൻ. ആയിരക്കണക്കിന് ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയ അഭിഷിക്തൻ്റെ തലമുറയാണിവർ. ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ദുഃഖത്തിൽ
ഞങ്ങൾ പങ്കുചേരുന്നു. ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ കോട്ടയം സെൻറ്ററിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ കെ ഇ തോമസ് ഒരു മെയിൻ സർജറി കഴിഞ്ഞ് താൻ ആലുവായിൽ വിശ്രമിക്കുകയാണ്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കുടുംബത്തിൽ പോയി എൻ്റെ ദുഃഖം ആശ്വാസം അറിയിക്കണം എന്ന് പറയുകയുണ്ടായി. അത് ഞാനിവിടെ അറിയിക്കുന്നു. അതുപോലെ ഈ സഭയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ടി ജെ എബ്രഹാം, അദ്ദേഹത്തിൻ്റെ മകൻ ഷാർജയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അവരുടെ ദുഃഖം ഈ കുടുംബത്തിൽ പങ്കുവെക്കണമെന്ന് അറിയിച്ചു. അവരുടെ ദുഃഖം ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന IPC ഞാലിയാകുഴി സഭയുടെ ശാലീം സഭയുടെ എല്ലാ പ്രത്യാശയും ആശ്വാസവാക്കുകളും അറിയിക്കുന്നു. മാത്രമല്ല, കോട്ടയം സെൻറ്ററിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാ സഭകളുടെയും കർത്തൃദാസന്മാരുടെയും പ്രത്യാശയും ദുഃഖവും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ കൊയർ ഗാനം. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ. കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻകൊടിസും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻകൊടിസും. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ. ഈ സ്നേഹബന്ധം നിൽക്കും സദാ, മരണത്തോളം സ്നേഹിച്ചു പ്രശംസയും ദൈവകുഞ്ഞാടും തൻകൊടിസും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻകൊടിസും.
പാസ്റ്റർ എ ജെ ജേക്കബ് കൊടുങ്ങൂർ, ഒരു 2 മിനിറ്റ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ദീർഘവർഷങ്ങളായി നമ്മോടൊപ്പമായി ചരിച്ച ആ കാലത്തിൻ്റെ സിംഹഭാഗവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച അഭിയന്തിയ കർത്തൃദാസൻ്റെ ദേഹവിയോഗത്തോടനുബന്ധിച്ച് ഈ പൽക്കാലം ഇവിടെ ആയിരിക്കാൻ നല്ല കർത്താവ് ഇവിടെയാക്കിയതിനോർത്ത് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. ഈ വാത്സല്യ ഭവനവുമായി എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ഭവനത്തിലെ ഇളയമോളായിരിക്കുന്ന റെഡിമോളെ എൻ്റെ ഇളയമോനായിരിക്കുന്ന മോഹൻസിനാണ് വിവാഹം കഴിച്ചത്. വർഷങ്ങളോളം ഈ കുടുംബമായിട്ടുള്ള ബന്ധം ഇന്ന് വരെയും തുടരുന്നു. അതിലേറ്റവും സന്തോഷമുള്ളത് ഈ കുടുംബത്തിലുള്ള ആണുങ്ങളൊക്കെ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായി തീരാദത്തമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വാത്സല്യ പിതാവിൻ്റെ ഈ വേർപാട് നമ്മയെല്ലാം വേദനിപ്പിക്കുന്നു, ദുഃഖിക്കുന്നതാണെങ്കിൽ പോലും ആ പ്രത്യാശയുടെ തീരത്ത് നമുക്ക് വാത്സല്യ പിതാവിനെ ഒരു നാൾ കാണാം എന്നുള്ള ആ പ്രത്യാശയോടെ വാത്സല്യ പിതാവിൻ്റെ ഭൗതിക ശരീരപ്പാൽക്കാൽ നമുക്ക് യാത്ര അയക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ പ്രകാരം അവസരം വേർതിരിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് നന്ദി ഓർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാട്ടെ. കഥാദാസൻ ബിജോഷ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ പുണ്യതിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദേവദാസനായി സ്തോത്രം ചെയ്യുന്നു. നമ്മെ വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ബഹുമാന്യ നമ്മെല്ലാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യ മനുവൽ പാസ്റ്ററെ ഓർത്ത് ധന്യമായ ക്രിസ്തീയ ജീവിതത്തിനും ധന്യമായ ക്രിസ്തീയ ശുശ്രൂഷയ്ക്കുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഇളയവരുടെ ബന്ധത്തിൽ എന്നെ സ്നാനപ്പെടുത്തിയ അനുഗ്രഹീത ദൈവദാസനാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ എഴുപന്താനത്തുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ ശാലയം IPC ദൈവസഭയിൽ ദീർഘവർഷങ്ങൾക്ക് കർത്തൃദാസനും കുടുംബവും അതേ കർത്താവിൻ്റെ വേലയിൽ